A very good morning, one and all. Today we are continuing with the rights of the buyer. So in our last class we were discussing about the rights, that is, if they are not previously agreed to pay the goods in an installment basis, and the buyer has a right not to accept delivery thereof by installments. That means the seller has to provide the goods fully unless it is agreed by the buyer to receive it in installments. Okay. Then if the goods delivered and defective, quality or quantity or buyer has the right to reject the goods according to section 37. Okay. Then a right against the seller for breach of contract. What are the right of the buyer against the seller for the breach of the contract? Okay. He has a right to sue the seller in the non-delivery goods പറഞ്ഞ സമയത്ത് എത്തിച്ചിട്ടില്ലെങ്കിൽ സെല്ലർക്കെതിരെ കേസ് എടുക്കാം. അതുപോലെ വാങ്ങിച്ച ഗുഡ്സ് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ടെക്നിക്കൽ പ്രൊഡക്റ്റ് ഒക്കെ ആണ് എങ്കിൽ അതിന്റെ സ്പെസിഫിക് റിക്വയർമെന്റ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതിന്റെ പെർഫോമൻസ് സ്പെസിഫിക്കേഷൻസ് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ പെർഫോമൻസ് അതിനില്ല എങ്കിൽ വി കുഡ് ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് ദ സെല്ലർ. Then if the seller is waiving the വാറണ്ടി എഗ്രിമെന്റ്, നമുക്ക് ഇപ്പോൾ 1 year അല്ലെങ്കിൽ എത്രയാണ് വാറണ്ടി പീരീഡ് തന്നിട്ടുള്ളത്, ആ പീരീഡിനുള്ളിൽ എന്തെങ്കിലും കേട് വന്നപ്പോൾ സർവീസ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് തരാമെന്നാണല്ലോ അതിന്റെ അർത്ഥം. സോ അതില്ലാതെ നമുക്ക് ചെയ്ത് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. ഓക്കെ. ദെൻ കോൺട്രാക്ട് വാങ്ങാമെന്ന് എഗ്രി ചെയ്ത ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഡേറ്റിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും റീസൺസ് പറഞ്ഞത് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ബയർക്ക് അത് റിജക്ട് ചെയ്യാം, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ഇനി ഡ്യൂട്ടീസ് ഓഫ് ദ ബയർ ആണ്. ഇപ്പോൾ നമ്മൾ റൈറ്റ്സ് ഓഫ് ദ ബയർ പറഞ്ഞു, അവരുടെ അവകാശങ്ങൾ പറഞ്ഞു. ഇനി എന്തൊക്കെ ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്, അവരുടെ ലയബിലിറ്റീസ് അക്കൗണ്ടബിലിറ്റി എന്തൊക്കെയാണ്? ഓക്കെ. ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഡ്യൂട്ടി ഓഫ് ദ ബയർ ഇസ് ടു ആക്സെപ്റ്റ് ദ ഗുഡ്സ് ആൻഡ് പേ ഫോർ ദം ഇൻ എക്സ്ചേഞ്ച് ഓഫ് പൊസിഷൻ. ടൈറ്റിൽ എന്റെ പേരിൽ ബയറുടെ പേരിലേക്ക് വരണമെങ്കിൽ പൈസ കൊടുക്കുക, ഗുഡ്സ് എത്തിയ വശം പൈസ കൊടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി. സെല്ലർ ഇസ് നോട്ട് ബൗണ്ട് ടു ഡെലിവർ ദ ഗുഡ്സ് ടു ദ ബയർ അണ്ടിൽ ദ ബയർ അപ്ലൈസ് ഫോർ ഡെലിവറി ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി കോൺട്രാക്ട് ദ കോൺട്രറി. അതായത് സെല്ലർക്ക് ബയർ അത് ആക്സെപ്റ്റ് ചെയ്തോളാം, എന്താണ് ഗുഡ്സ് ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഞാൻ ആക്സെപ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്നിടത്തോളം വരെ, അത് പറയാത്തോളം കാലം അത് ഡെലിവറി ചെയ്യേണ്ട ഒരു റൈറ്റും ആർക്കില്ല, സെല്ലറിന് ഇല്ല. അത് അറിയിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ബയറുടെ ഡ്യൂട്ടിയാണ്. ഞാനിത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഞാനിത് ഡെലിവറിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ എനിക്കത് അയാൾ എത്തിച്ചു തരില്ല. ദെൻ ഇഫ് ദ ബയർ ഇസ് റോങ്ഫുള്ളി റിഫ്യൂസസ് ടു ആക്സെപ്റ്റ് ദ ഡെലിവറി ഹി മസ്റ്റ് പേ കോമ്പൻസേഷൻ. ഇനിയിപ്പം വന്ന പ്രൊഡക്റ്റ് ഞാൻ തിരിച്ചു വിട്ടു, ആക്സെപ്റ്റ് ചെയ്തില്ല, ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടത് തെറ്റായിട്ടാണ് ഞാനത് റിഫ്യൂസ് ചെയ്തത് എങ്കിൽ സെല്ലർ അത് തിരിച്ചു കൊണ്ടുപോയി വീണ്ടും അയക്കാൻ വരുന്ന അതിന്റെ ഒരു ചെലവ് കോമ്പൻസേഷൻ സെല്ലർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ബയർ. അൺലെസ് അതർവൈസ് എഗ്രീഡ്, ദ ബയർ ഹാസ് ടു ടേക്ക് ദ റിസ്ക് ഓഫ് ഡിറ്റീരിയറേഷൻ ഓഫ് ദ ഗുഡ്സ് ഇൻസിഡന്റൽ ടു ദ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ്. ഇനി നേരത്തെ പറഞ്ഞു വെച്ചിട്ടില്ല, ഒന്നും സെല്ലർ അത് ബയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ലാത്ത ഒരു കേസാണെങ്കിൽ ആര് തന്നെ ബയർ ഹാവ് ടു ബയർ ദ ഡാമേജ് അല്ലെങ്കിൽ എന്താണ് ഡിറ്റീരിയറേഷൻ ഗുഡ്സിന് വന്നിട്ടുള്ള ട്രാൻസിറ്റിൽ വന്നിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ ഇവോപ്പറേറ്റ് ചെയ്ത് പോവുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ക്വാണ്ടിറ്റി കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ചിലവൊക്കെ ആര് തന്നെ ബയർ തന്നെ വഹിക്കേണ്ടതായിട്ട് വരും, സെല്ലർ വഹിച്ചോളാം എന്ന് മുൻകൂട്ടി എഗ്രി ചെയ്തിട്ടില്ലെങ്കിൽ. Then it is the duty of the buyer to demand delivery at a reasonable hour. എത്ര മണിക്കൂറിനുള്ളിൽ ഡെലിവറി ഉണ്ടാവും, അത് ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ എനിക്ക് ഡെലിവറി നടത്തണം എന്ന് പറയാനായിട്ടുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്. ദെൻ intimate the seller in case of refuse to accept the goods. If in any case the buyer is not accepting the good, he is trying to reject the good because of any quality or quantity problem, then he or she has to inform the seller about this refusal. Okay. Then and the buyer is responsible to pay the amount of tax imposed on the product
And if there is an increase of tax which may be chargeable at the time of sale, ഡെലിവറിയുടെ സമയത്ത് അല്ലെങ്കിൽ സെയിലിന്റെ സമയത്ത് വന്ന ഒരു ടാക്സ് ഹൈക്ക് ആണെങ്കിൽ അത് ബയർ എന്ത് ചെയ്യണം, അത് ബെയർ ചെയ്യണം. സെല്ലർ അത് ബെയർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടില്ലാത്തടത്തോളം കാലം അത് ബെയർ ചെയ്യേണ്ടത് ബയറുടെ ഡ്യൂട്ടിയാണ്. ദെൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സെല്ലർ. റൈറ്റ്സ് ഓഫ് ദ സെല്ലർ എന്തൊക്കെയാന്ന് നോക്കാം. നമ്മൾ ബയറിന്റെയാണ് ഡ്യൂട്ടീസും റൈറ്റ്സും ഒക്കെ കണ്ടത്. Seller has a right to claim compensation for the loss caused due to the buyer neglect or refusal to take delivery of the goods. ഗുഡ്സ് ഡെലിവറി വന്നപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അയാളുടെ കെയർലെസ്നെസ് കൊണ്ട് വന്നിട്ടുള്ള ലോസിനൊക്കെ ആര് ബയർ എന്ത് ചെയ്യണം, കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം സെല്ലർക്ക്. അത് ക്ലെയിം ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് സെല്ലർക്കുണ്ട്. ദെൻ ഇഫ് ദ ബയർ റെഫ്യൂസ് ടു പേ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്, പൈസ കൊടുക്കാൻ തയ്യാറാവുന്നില്ല സാധനം മേടിച്ചിട്ട് എങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കുക. Then seller has a right to sue for price against contract. That is, where under a contract of sale the price is payable on a certain day irrespective of delivery and the buyer wrongfully neglects or refuses to pay such price. ഡെലിവറിക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ പ്രൈസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡെലിവറിക്ക് മുന്നായിരിക്കും. ആ ഒരു ഡേറ്റിൽ അവര് പൈസ കൊടുക്കാനായിട്ട് റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ ആ പ്രൈസിന്റെ ക്ലെയിം ചെയ്തുകൊണ്ടുള്ളൊരു കേസ് ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. ദെൻ ദ സെല്ലർ ഹാസ് ദ റൈറ്റ് ടു ട്രീറ്റ് ദ കോൺട്രാക്ട് ആസ് സബ്സിസ്റ്റിംഗ്. ദാറ്റ് ഈസ്, where the buyer repudiates the contract before the date of delivery of goods, seller may either treat the contract as subsisting and wait till the date of delivery, or he may treat the contract as repudiate and sue for damages for the breach. ഇപ്പം ഡെലിവറി ചെയ്യാം എന്ന് പറഞ്ഞ ഡേറ്റിന് മുൻപ് തന്നെ ഓർഡർ ബയർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിൽ സെല്ലർക്ക് നിൽക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഇടയിൽ വെച്ച് ഈ ഓർഡർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ അതിനു വേണ്ടി കുറച്ച് ചെലവൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ റെപ്യൂഡിയേറ്റ് ചെയ്ത കോൺട്രാക്ടിന്റെ എന്തെങ്കിലും കോമ്പൻസേഷൻ ആർക്ക് ക്ലെയിം ചെയ്യാം, സെല്ലർക്ക് ബയറുടെ കയ്യിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അയാൾ ഓർഡർ കൊടുത്തതിനനുസരിച്ച് ഇയാൾ പണികളൊക്കെ തുടങ്ങി, പക്ഷെ ഡെലിവറി ആവുന്നതിന് മുൻപ് ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ബയറുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ആവശ്യപ്പെടാം. ദെൻ ഡ്യൂട്ടീസ് ഓഫ് ദ സെല്ലർ. ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ സെല്ലർ ടു ഡെലിവർ ദ ഗുഡ്സ്. പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് കോൺട്രാക്ട് ഓഫ് സെയിലിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ഗുഡ്സ് ഡെലിവറി നടത്തിയിട്ടുണ്ടായിരിക്കണം. ആസ് ഡെലിവറി ആൻഡ് പേയ്മെന്റ് ആർ കൺകറന്റ് കണ്ടീഷൻസ്, ദ സെല്ലർ ഷാൽ ബി റെഡി ആൻഡ് വില്ലിംഗ് ടു ഗിവ് പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ടു ദ ബയർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദ പ്രൈസ്. പൈസ എന്ന് കിട്ടുന്നോ അന്ന് മുതൽ അല്ലെങ്കിൽ ആ പറഞ്ഞ ഡേറ്റ് മുതൽ ഇതിന്റെ പൊസഷൻ കൈവശം വെക്കാനുള്ള അവകാശം ആർക്കാണ്, ബയർക്കാണ്. അത് കൊടുക്കാനുള്ള റൈറ്റ്സ് ഡ്യൂട്ടി സെല്ലറിനെയാണ്. Then if an agent is authorized to take delivery, then delivery should be made to the agent. ഇപ്പൊ ഞാൻ നേരിട്ട് സെല്ലർ നേരിട്ടല്ല, ഏതെങ്കിലും ഒരു ഏജന്റ് വഴിക്കോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ഏജൻസി വഴിക്കൊക്കെയാണ് കൊടുത്തയക്കണമെങ്കിൽ അത് കൃത്യസമയത്ത് അവർക്ക് എത്തിക്കേണ്ടത് സെല്ലറുടെ ഡ്യൂട്ടിയാണ്. ദെൻ റീസണബിൾ ടൈമിനുള്ളിൽ ഈ ഡെലിവറി നടത്തുക. ചിലപ്പോൾ എമർജൻസി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കാം, നമുക്ക് ഇമ്മീഡിയറ്റ് കിട്ടുന്നതൊക്കെ ആയിരിക്കാം. അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ ഒരു മാറ്റവും വരുത്താനായിട്ട് പാടില്ല. ദെൻ കോൺട്രാക്റ്റിൽ പറഞ്ഞ പോലത്തെ ക്വാളിറ്റി സ്പെസിഫിക്കേഷൻസും ക്വാണ്ടിറ്റിയും ഉള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം സപ്ലൈ ചെയ്യേണ്ടത്. ദെൻ സെല്ലർ ഷുഡ് ഡെലിവർ ദ ഗുഡ്സ് അറ്റ് സ്പെസിഫിക് പ്ലേസ്. ഏത് സ്ഥലത്താണോ കോൺട്രാക്റ്റിൽ ഈ ഒരു ഗുഡ്സ് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു സ്ഥലത്ത് തന്നെ അത് ഡെലിവറി നടത്താം. ദെൻ ഇനി ഡെലിവറി കണ്ടീഷനിലേക്ക് മാറ്റുന്ന വരെയുള്ള എല്ലാ എക്സ്പെൻസസും ആര് വഹിക്കണം, നമ്മുടെ സെല്ലർ തന്നെ അത് വഹിക്കണം. ഓക്കെ. ഇനിയിപ്പം വാഫിംഗോ അല്ലെങ്കിൽ കാരിയോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം ബയർക്ക് വേണ്ടിയിട്ട്. അത് ഈ ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ നമുക്ക് ഏതെങ്കിലും വാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലോറിയോ ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ആ ഗുഡ്സ് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ആരുടെ ഡ്യൂട്ടിയാണ്, അതിന്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതൊക്കെ സെല്ലറുടെ ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. Then if the goods are sold on credit, he has the right to get the price either in lump sum or in installments. Credit basis വിറ്റ പ്രൊഡക്ട്സ് ആണെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ എന്ത് ചെയ്യുക, പിന്നീട് ഉള്ള അവർ എഗ്രി ചെയ്തിട്ടുള്ള ടൈം ഇന്റർവെല്ലിൽ അവർക്ക് എല്ലാം ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് റിസീവ് ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. ദെൻ ഇഫ് ദ ബയർ ഫെയിൽസ് ടു പേ ദ എമൗണ്ട്, സെല്ലർ ഹാസ് എ റൈറ്റ് ടു ടേക്ക് ബാക്ക് ദ ഗുഡ്സ്. പ്രൊഡക്ട്സിന്റെ പൈസ കൊടുക്കുന്നില്ലെങ്കിൽ ഗുഡ്സ് തിരിച്ചെടുത്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു റൈറ്റും കൂടെ ഉണ്ട്. Seller has a right to file a suit if the buyer fails to pay the price of the goods within the agreed time.
സോ 1 മന്തോ അല്ലെങ്കിൽ 2 മന്തിനുള്ളിൽ പേയ്മെന്റ് നടത്താമെന്ന് എഗ്രി ചെയ്തിട്ട് അത് ബയർ നടത്തുന്നില്ലെങ്കിലും ഇയാൾക്കെതിരെ കേസ് കൊടുക്കാം, ബയർക്കെതിരെ കേസ് കൊടുക്കാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. Then give a chance to the buyer to examine the goods for the purpose of ascertaining whether they are in conformity with the contract. കോൺട്രാക്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഗുഡ്സ് എല്ലാം ഓക്കെ ആണോ, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട്, എക്സാമിൻ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആര് സെല്ലർ ബയർക്ക് കൊടുക്കണം. ഓക്കെ. ദെൻ അൺപെയ്ഡ് സെല്ലർ ആൻഡ് ഓപ്ഷൻ സെയിൽ. അൺപെയ്ഡ് സെല്ലർ എന്താണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 45 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, അൺപെയ്ഡ് സെല്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലർ ഓഫ് ദ ഗുഡ്സ് ഹു ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ടെൻഡേർഡ് the whole of the price. ഇവിടെ പൈസ കിട്ടാത്ത അല്ലെങ്കിൽ പൈസ മുഴുവനായിട്ടോ അല്ലെങ്കിൽ പകുതിയായിട്ടോ കിട്ടാത്ത സെല്ലറിനെയാണ് നമ്മൾ, ബയറുടെ ഏത് പൈസ കിട്ടാത്ത സെല്ലറിനെയാണ് നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എ സെല്ലർ ഹു ഹാഡ് റിസീവ് ദ പ്രൈസ് ത്രൂ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ എനി അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ചെക്ക് എക്സെട്ര ബട്ട് വിച്ച് ഈസ് സബ്സിക്വന്റ്ലി ഡിസോണേഡ്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ചെക്കോ ഒക്കെ തന്നു, നമ്മൾ സാധനം കൊടുത്തപ്പോൾ ചെക്കാണ് തന്നത്. ഓക്കെ. അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് തന്നത്. അത് ആ പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അത് ഡിസോർഡർ ആയിപ്പോയി, പൈസ കിട്ടിയില്ല. അങ്ങനെയുള്ള കണ്ടീഷനിലും നമ്മൾ അവരെന്ത് പറയും, അൺപെയ്ഡ് സെല്ലർ എന്ന് പറയും. ഓക്കെ. സോ അൺപെയ്ഡ് സെല്ലർ ഇസ് എ സെല്ലർ ഹു ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ദ ഹോൾ ഓഫ് ദ പ്രൈസ് ഓർ വൺ ഹു ഹാസ് റിസീവ്ഡ് എനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് വിച്ച് ഈസ് സബ്സിക്വന്റ്ലി ഡിസോണേഡ്. പൈസ മുഴുവനായിട്ട് കിട്ടാത്തവരോ അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, പൈസയ്ക്ക് പകരം എന്തെങ്കിലും ചെക്ക് പോലെ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് പ്രസന്റ് ചെയ്തപ്പോൾ അത് ഡിസോർഡർ ആവുകയോ ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. ഓക്കെ. എക്സാമ്പിൾ നോക്കി അറിയാം. എക്സ് സോൾഡ് സർട്ടൻ ഗുഡ്സ് ടു വൈ ഫോർ 10,000. വൈ ഹാസ് പെയ്ഡ് 7,500 ആൻഡ് ഫെയിൽഡ് ടു പേ ബാലൻസ്. ഹിയർ എക്സ് ഇസ് നോട്ട് ദ പൊസിഷൻ ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ. ഇവിടെ എക്സിന് പകുതിയോളം പൈസ, പകുതിയിൽ കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ. ദെൻ റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ എന്തൊക്കെയാണ്? സെക്ഷൻ 46 ക്ലോസ് 1 പ്രകാരം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടില് അൺപെയ്ഡ് സെല്ലറിന്റെ റൈറ്റ്സ് എന്ന് പറയുന്നത്. അൺപെയ്ഡ് സെല്ലേഴ്സിന് 2 റൈറ്റ് ആണുള്ളത്. വിറ്റ പ്രൊഡക്റ്റിന് വെച്ചിട്ടുള്ള റൈറ്റും ആ ബയർ വാങ്ങിയിട്ട് പൈസ കൊടുക്കാതെ നിൽക്കുന്ന ആളുടെ അടുത്തുള്ള റൈറ്റ്സും. അങ്ങനെ 2 രീതിയിലാണ് റൈറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ അഗെയിൻസ്റ്റ് ദ ഗുഡ്സ്, സെക്ഷൻ 46 ക്ലോസ് 1. ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? വെൻ ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഹാസ് പാസ് ഫ്രം സെല്ലർ ടു ദ ബയർ. 2 രീതിയിൽ പ്രോപ്പർട്ടി ഓൾറെഡി സെല്ലറിന്റെ കയ്യിൽ നിന്ന് ബയറിന്റെ കയ്യിലേക്ക് പോയി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ സെല്ലറുടെ കയ്യിൽ നിന്നും പ്രൊഡക്റ്റ് ബയറുടെ കയ്യിലേക്ക് പോയിട്ടില്ല. ഈ 2 കണ്ടീഷനിലും റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ. സോ വെൻ ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഹാസ് പാസ് ഫ്രം സെല്ലർ ടു ബയർ, പ്രോപ്പർട്ടി ഓൾറെഡി നമ്മൾ വിറ്റ് കഴിഞ്ഞു, കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു, പക്ഷെ പൈസ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു കണ്ടീഷനിൽ 3 റൈറ്റ്സ് ആണുള്ളത്. റൈറ്റ് ഓഫ് ലീൻ, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്, റൈറ്റ് ഓഫ് റീസെയിൽ. റൈറ്റ് ഓഫ് ലീൻ എന്ന് വെച്ചാൽ എന്താണ്? റീറ്റെയിൻ ദ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത് വരെ ഈ പ്രൊഡക്റ്റ് നമ്മൾ തിരിച്ചു പിടിച്ച് നമ്മുടെ കയ്യിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ദ ഗുഡ്സ് ഹാവ് നോട്ട് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിൽ വിറ്റിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് പൈസ അപ്പോൾ കിട്ടില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ക്യാഷിന് കൊടുത്ത പ്രൊഡക്റ്റ് തന്നെയാണ്, പക്ഷെ ക്യാഷ് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റതാണെങ്കിൽ നമുക്ക് അത് തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ തന്നെ ഹോൾഡ് ചെയ്യാം പൈസ കിട്ടുന്നത് വരെ. പിന്നെ when the goods have been sold on credit but the time of the credit period expired. ഇങ്ങനെ 1 മാസത്തേക്ക് ക്രെഡിറ്റിന് കൊടുത്തതാണ്, എന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടും പൈസ കിട്ടിയില്ല, അപ്പോഴും ആ ഗുഡ്സ് തിരിച്ചു പിടിച്ചുകൊണ്ട് വന്ന് നമുക്ക് തന്നെ പൊസഷനിൽ നമ്മുടെ കസ്റ്റഡിയിൽ വെക്കാം, സെല്ലറിന്റെ കസ്റ്റഡിയിൽ വെക്കാം. പിന്നെ ബയർ ബാങ്ക്രപ്റ്റ് ആവുക അല്ലെങ്കിൽ അയാൾ പാപ്പരായി പോവുക, അങ്ങനെയുള്ള കണ്ടീഷനിലും ഇത് തിരിച്ചെടുക്കാനായിട്ടുള്ള അവകാശം ഉണ്ട്. ഓക്കെ. റൈറ്റ് ഓഫ് ലീൻ ക്യാൻ ഓൾസോ ബി എക്സസൈസ്ഡ് വെൻ ഹീസ് ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ആസ് ആൻ ഏജന്റ് ഓർ ബെയിലി ഓഫ് ദ ബയർ. ഇപ്പം ബയറിന്റെ ഒരു ഏജന്റ് ആയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ഒരു ജാമ്യക്കാരനായിട്ടോ നിന്നുകൊണ്ട് ഈ ഗുഡ്സ് പൊസിഷനിൽ എടുക്കാനായിട്ടുള്ള അധികാരവും സെല്ലർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ. ദെൻ റൈറ്റ് ഓഫ് ദ ലീൻ ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി അണ്ടർ സം കണ്ടീഷൻസ്. The goods sold are in possession of the seller and it must be in the actual possession. Possession എന്ന് വെക്കുമ്പോൾ ഓണർഷിപ്പ് സെല്ലറിന്റെ പേരിൽ തന്നെയായിരിക്കണം നിൽക്കുന്നത്. ഇൻ കേസ് ഓഫ് ക്രെഡിറ്റ് സെയിൽ, ടേം ഓഫ് ക്രെഡിറ്റ് ഹാവ് എക്സ്പയർഡ്. 1 മാസം ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞു പോയി, അങ്ങനെയാണെങ്കിലും അത് ആർക്കെടുക്കാം? സെല്ലർക്ക് എടുക്കാം. റൈറ്റ് ഓഫ് ലീൻ ക്യാൻ ബി എക്സസൈസ്ഡ് വെൻ ഹി ഈസ് ഇൻ
പൊസഷൻ ഓഫ് ഗുഡ്സ് ആസ് എൻ ഏജന്റ്, അല്ലെങ്കിൽ ഒരു ജാമ്യക്കാരൻ എന്നുള്ള രീതിയിൽ ബയറുടെ ഗുഡ്സ് കൈവശം വെച്ചിരിക്കുന്ന സമയമാണെങ്കിലും ഈ റൈറ്റ് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.